മാറിപ്പോയതാണോ? വയ്യ കയറാൻ വയ്യ. പിടിക്കണോ? പിടിക്കണോ? ഇതെന്താ സംബന്ധം? രണ്ടുപേർക്ക് പിരിഞ്ഞു നിൽക്കാൻ പറ്റുമോ? പിരിഞ്ഞു നിൽക്കാൻ പറ്റുമോ? ഇല്ല മേഡം മേഡം ഇവിടെ ഇവിടെ 1 2 3. ഇതെന്താ സംഭവം? ഒരു പുതിയ സാമ്പത്തിക ബന്ധത്തിന്റെ ഐശ്വര്യമായ വലതുകാൽ വിൽപ്പാണ് ഇപ്പൊ കണ്ടത്. ഹലോ ദാമ്പത്യല്ലേ? അതായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പുതിയ ദാമ്പത്യ ബന്ധത്തിന്റെ പുതിയ ചുവടുവെപ്പാണ് ഇവിടെ കണ്ടത്. അല്ലേ ഇത് ഇന്നായിരുന്നു കല്യാണം? ഇപ്പൊ കഴിഞ്ഞത് നല്ല പച്ചയ്ക്ക് പച്ച ഫ്രഷ് വധുവരന്മാരാണ് ഈ നിൽക്കുന്നത്. കാണുമ്പോഴേ ഒരു ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ട്. ഇത് വധു, ഇത് നരവരൻ. നവവധു നരവരൻ. നരവരൻ അല്ല, നവവരൻ എന്നല്ലേ, നരവരൻ എന്നല്ലല്ലോ. അതങ്ങനെയാണ്. പക്ഷേ എന്റെ കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു, എടാ നീ ഒരു കല്യാണം കഴിക്കാൻ ഈ നരവര വരേണ്ട സമയം വരെ എടുത്ത് കാത്തിരുന്നത് എന്തിനാണെന്ന് അതെന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിളക്കിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അമ്പലത്തിലായിരുന്നില്ലേ കല്യാണം? അമ്പലത്തിൽ വെച്ചല്ല, രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു കല്യാണം. അതായത് എന്റെ അച്ഛനും അമ്മയ്ക്കും ഈ വിവാഹത്തിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം നടത്തേണ്ടി വന്നത്. അല്ല, എന്റെ വീട്ടിലും പ്രശ്നം ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും എന്റെ 2 മക്കൾക്കും. അതുകൊണ്ടാണ് എന്റെ അച്ഛനും അമ്മയ്ക്കും എതിർപ്പുണ്ടായത്. മനസ്സിലായില്ലേ? എന്റെ അച്ഛനും അമ്മയ്ക്ക് എതിർപ്പ് എന്താണെന്നറിയോ? ഈ മൂത്ത് നിറച്ച കിളവനെ കെട്ടിയന്റെ. അതുകൊണ്ടാണ് വീട്ടിൽ കയറ്റാത്തത്. അല്ല ചേട്ടാ, എന്താ ഭയങ്കര പ്രായമായി തോന്നുന്നുണ്ടല്ലോ ചേട്ടന്? പ്രായമുണ്ട്. ആണോ? അതെന്താന്ന് വെച്ചാല് ഞാന് ഇങ്ങനെ എന്റെ കൺസെപ്റ്റിനനുസരിച്ച എന്റെ മനസ്സിന്റെ ഒരു ആഗ്രഹമുണ്ടല്ലോ, ഒരു പെണ്ണിനെ കുറിച്ച്, ഒരു ഭാര്യ, ഒരു സങ്കല്പമുണ്ട്. എന്റെ സങ്കല്പത്തിനൊത്ത പെണ്ണിനെ അന്വേഷിച്ച് നടന്ന് എല്ലാം തികഞ്ഞ ഒരു പെണ്ണിനെ ഇപ്പോഴാണ് ഒത്തുകിട്ടിയത്.